പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിനു മുമ്പ് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഒരു 5 LED ലൈറ്റുകളുള്ള ഹെഡ് ലൈറ്റ്. അപ്പോൾ ഇത് വേറെ ഒരെണ്ണമാണ്. ഇതിന് എത്ര എണ്ണമാണ്? 11 LEDകളുണ്ട്. അതേപോലെ തന്നെ USB ചാർജിങ് ആണ്. 4 മോഡുകളും ഉണ്ട്. ഇതിൻ്റെ കൂടെ USB ചാർജിങ് ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇത് പ്രത്യേകിച്ച് യാത്രകൾ, ക്യാമ്പിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള ലൈറ്റുകളൊക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ USB ചാർജബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുക. ക്യാമ്പിങ്, ഹൈക്കിങ്, ട്രക്കിങ് ഈ കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. ഒരു കാര്യം ഓർക്കുക, റബ്ബർ ടാപ്പിങ്ങിന് ഇത് വാങ്ങിക്കാതിരിക്കുക എന്നതായിരിക്കും നല്ലത്. റബ്ബർ ടാപ്പിങ്ങിന് 250 രൂപ കൊടുക്കുകയാണെങ്കിൽ സിംഗിൾ ലൈറ്റുള്ള അതിന് ലൈറ്റുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. അതിന് ഒരുപാട് ബാക്കപ്പ് ഉണ്ട്. ഇതിനെ കൂടിപ്പോയാൽ ഏകദേശം ഒരു 3 മണിക്കൂറൊക്കെ ബാക്കപ്പ് കിട്ടത്തുള്ളൂ. അപ്പോഴിതാണ് ഇതിൻ്റെ LED ലൈറ്റുകൾ. മെയിനായിട്ട് തുറന്ന് വരുന്നുണ്ട്. ബാക്കി 2, 4, 6, 8, 10 ഈ ചെറിയ ചെറിയ ലൈറ്റുകൾ വരുന്നുണ്ട്. ഇതിനേക്കാളും ലൈറ്റ് കൂടുതൽ വേണം എന്നുള്ളവർ ഇതങ്ങ് വാങ്ങിച്ചോളുക. ഇതിന് നല്ല ലൈറ്റുണ്ട്. ഇതും അതേപോലെ തന്നെ വാട്ടർ പ്രൂഫും കാര്യങ്ങളൊന്നുമല്ല. ഇതിലേക്ക് വെള്ളം കിടക്കും. ഇവിടെ നിന്നാണ് ഇത് ഓപ്പൺ ചെയ്യുന്ന ഈ സ്ക്രൂ ഒക്കെ ആയിട്ട്. ഇതിലേക്ക് വെള്ളം ചെറിയ മഴയത്തൊക്കെ ഉപയോഗിക്കാം. പക്ഷേ നല്ല മഴയത്തൊക്കെ ഉപയോഗിച്ചാൽ ഇത് വാട്ടർ പ്രൂഫും കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട്. ഇവിടെ നമ്മൾ ചാർജർ കണക്ട് ചെയ്യുകയാണെങ്കിൽ വീട്ടിലെ സാധാരണ മൊബൈൽ ഫോണിൻ്റെ ചാർജർ ഉപയോഗിച്ചാൽ മതി. ഇതിപ്പം ഫുള്ളി ചാർജറാണ്. ഫുൾ ചാർജ് അല്ലെങ്കിൽ ഇവിടെ റെഡ് കളറായിരിക്കും. ചാർജിന് ശേഷം ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാം. പിന്നെ ഇതാണ് ഇതിൻ്റെ പവർ ബട്ടൺ. ആദ്യത്തെ ഒരു ക്ലിക്കിൽ മെയിൻ LED ഇതൊരെണ്ണം ഓൺ ആയിട്ടുണ്ട്. ഏറ്റവും സെൻറ്ററിൽ അത് പോയിൻറ്റഡ് ആയിട്ടുള്ള സിംഗിൾ പോയിൻറ്റഡ് ആയിട്ടുള്ള LED ആണ്. ഇനി ഒരു പ്രസ്സും കൂടി കൊടുക്കുകയാണെങ്കിൽ ബാക്കി എല്ലാം ഈ ചുറ്റുമുള്ള LEDകളെല്ലാം ഓൺ ആയിട്ടുണ്ട്. ഇത് ഈ സെൻറ്ററിലെ ഓഫായി, ബാക്കി ഇതെല്ലാം ഓൺ ആയിട്ടുണ്ട്. നല്ല വൈഡായിട്ടുള്ള ഒരു ലൈറ്റായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി കുറച്ച് ഒന്നും കൂടെ ഞെക്കുകയാണെങ്കിൽ ഇതാ സെൻറ്ററിലെ ഈ LED കൂടി ഓൺ ആയിട്ടുണ്ട്. നല്ല പവറിൽ ഇപ്പോൾ തന്നെ അതിൻ്റെ ഫീൽ ആകുന്നുണ്ട്. നല്ലൊരു കൈക്ക് നമുക്ക് നല്ല ചൂടടിക്കുന്നുണ്ട്. അപ്പോഴെല്ലാം ഒരു എല്ലാം ചെറിയ രീതിയിൽ ലെൻസാണ് ഇതിവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ ലൈറ്റും ഓൺ ആകുമ്പോൾ നല്ലൊരു ലൈറ്റുണ്ട്. അപ്പോൾ ഒന്നും കൂടി അമർത്തി നോക്കാം. അമർത്തുമ്പോൾ ഫ്ലാഷ് മോഡിലോട്ട് പോയിട്ടുണ്ട്. എല്ലാ LEDകളും ഫ്ലാഷ് ആകുന്നുണ്ട്. ഇനി ഒന്നും കൂടി അമർത്തുകയാണെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിനെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത് നല്ല രീതിയിൽ നമ്മൾക്ക് തലയിൽ ടൈറ്റ് ചെയ്ത് കെട്ടണം. അല്ലെങ്കിൽ ഇതിന് കുറച്ച് വെയിറ്റ് കൂടുതലാണ്. ആ ചെറുതിനേക്കാളും വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ ഇതിങ്ങനെ മുമ്പോട്ട് പോകാതിരിക്കാൻ വേണ്ടി നല്ല അമർത്തി നമ്മൾക്ക് ഇതിൻ്റെ ടൈകൾ നല്ല രീതിയിൽ അമർത്തി തലയിൽ കെട്ടേണ്ടതായിട്ട് വരും. പിന്നെ ആദ്യം പറഞ്ഞ പോലെ റബ്ബർ ടാപ്പിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ട് ഇതൊന്നും വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിന് ഏകദേശം 500 രൂപയ്ക്ക് അടുത്ത് വിലയുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തെ ബാറ്ററി ഈ ലിഥിയം അയൺ ബാറ്ററി ആയിരിക്കും. 18650 എന്ന് പറഞ്ഞ ഒരു ബാറ്ററിയാണ്. അത് അങ്ങ് റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ അല്ലാത്ത ഇത് മെയ്ഡ് ഇൻ ചൈനയാണ്. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ അകത്ത് ലെഡ് ആസിഡ് ബാറ്ററിയും വേറെ ചാർജിങ് സിസ്റ്റമൊക്കെ ആയിരിക്കും. അത് പെട്ടെന്ന് പോകും. അപ്പോൾ ഇത് പോവുകയാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ബാറ്ററി 120 രൂപയ്ക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. അതൊരെണ്ണം വാങ്ങിച്ച് റീപ്ലേസ് ചെയ്താൽ മതി. പിന്നെ ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിർബന്ധമായിട്ട് ചാർജ് ചെയ്യണം. ലിഥിയം ബാറ്ററികളും ഏത് ബാറ്ററി ഓപ്പറേറ്റഡ് ഡിവൈസുകളാണെങ്കിലും ആഴ്ചയ്ക്ക് ഒരു പ്രാവശ്യം നിർബന്ധമായിട്ട് ചാർജ് ചെയ്തിരിക്കണം. ചാർജ് ചെയ്യാതെ വയ്ക്കുകയാണെങ്കിൽ ആ സംഭവം ഡാമേജായി പോകുന്നതായിരിക്കും. അപ്പോൾ ക്യാമ്പിങ്, യാത്രകൾ, ഇങ്ങനെയുള്ള ട്രക്കിങ്, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ രീതിയിലുള്ള ലൈറ്റുകളൊക്കെ വാങ്ങിച്ച് വെക്കുക. കാണാനൊരു ലുക്കുണ്ട്, നല്ല ലൈറ്റും കൊണ്ട് നമ്മുടെ പരിപാടികളൊക്കെ നടക്കുകയും ചെയ്യും.